ഹായ് ഓൾ, അസ്സാം വലൈക്കും. എന്താ എല്ലാവരും വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കണം കേട്ടോ. നമ്മൾ റേഡിയേഷനായിട്ട് MBR ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള CH സെൻറ്ററിൽ തന്നെയാണ് എടുത്ത് താമസിക്കുന്നത്. ഇപ്പോൾ 5 റേഡിയേഷൻ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇനി 5 കൂടെ ഉള്ളൂ. പിന്നെ ചെറിയ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അൽഹംദുലില്ലാ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ എനിക്കിപ്പോൾ കുറേശ്ശെ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കട്ടിയുള്ള ആഹാരം തന്നെ കുറേശ്ശെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ തടസ്സമെല്ലാം കുറവുണ്ട് കേട്ടോ. റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം ലിക്വിഡായിട്ടുള്ള ഫുഡ് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടർ പറഞ്ഞു കട്ടിയുള്ള കഴിച്ച് നോക്കാൻ. അപ്പോൾ കുറേശ്ശായിട്ട് കഴിക്കുന്നുണ്ട്. വളരെ കുറവാണ്, എന്നാലും അത് തടസ്സമൊന്നുമില്ലാതെ ഇറങ്ങി പോകുന്നുണ്ട്. മിനിഞ്ഞാന്ന് ഞാൻ കുറേ സമയം എടുത്തിട്ടാണെങ്കിലും ഒരു ഹാഫ് ചപ്പാത്തി കഴിച്ചിട്ടോ. അത് കഴിഞ്ഞ് ഇന്നലെ അതിലും കുറച്ചുകൂടി അളവ് കൂട്ടിയിട്ട് കഴിച്ച്. ഇന്നിപ്പോൾ ഏകദേശം ഒരു മുഴുവൻ ചപ്പാത്തിൻ്റെ അടുത്ത് കുറച്ച് ബാലൻസ് ഉണ്ടായുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കഴിച്ച്. പക്ഷേ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ സമയം എടുക്കണം കേട്ടോ. ഇവിടെ ക്യാൻറ്റീനിൽ പോയിട്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കൽ. ആദ്യത്തിലൊക്കെ എനിക്ക് ഫുഡ് റൂമിലേക്ക് കൊണ്ടുവന്നേനെ. ഇപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. പക്ഷേ എല്ലാവരും കഴിച്ച് പോയാലും ഞാനൊരു 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ആവും കഴിച്ച് കഴിയുമ്പോഴത്തേക്ക്. എന്നാലും ഇന്ന് ഞാൻ ഏകദേശം ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിൽ കുറച്ചേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കിയെല്ലാം ഞാൻ സമയം എടുത്തിട്ടാണെങ്കിലും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റം തന്നെയാണ് കേട്ടോ. അൽഹംദുലില്ലാ. വീട്ടിൽ നിന്നായാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ തന്നെ വിളിച്ചിട്ട് ഇപ്പോൾ ചോദിക്കണത് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാണ്ടിരുന്നപ്പോൾ പോലും എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല. പക്ഷെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു അവർക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ദിവസം വിളിക്കുമ്പോൾ ചോദിക്കും എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇന്നലെ ഇന്നായിട്ട് ഞാൻ ഫുഡ് കഴിച്ചെന്നെല്ലാം പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ആശ്വാസമാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും പ്രാർത്ഥന തന്നെയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഉച്ചക്ക് അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ചോറ് ഞാൻ കുറേശ്ശെ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ തുടക്കത്തിൽ ഇവിടെ മറ്റേ കുറുവ റൈസ് ആയതുകൊണ്ട് എനിക്കത് തീരെ ഇറങ്ങില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഒരു വളണ്ടിയർ ഉണ്ട്, എനിക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്റ്റോറിൽ അരി കൊണ്ടു തന്നെ. അപ്പോൾ എനിക്ക് മാത്രമേ കുറേശ്ശെ എടുത്തിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അത് ഞാൻ കുറച്ചെല്ലാം കഴിക്കുന്നുണ്ട്. റേഡിയേഷൻ ഇനി 5 കൂടെയാണ് ഇട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച റേഡിയേഷൻ ഉണ്ടായിരുന്നു. MBRൽ സാധാരണ ശനിയും ഞായറും റേഡിയേഷൻ ഉണ്ടാവലില്ല എന്നാണ് പറയൽ. അപ്പോൾ ഈ കഴിഞ്ഞ പെരുന്നാളിൻ്റെ ഒരു ലീവ് വന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ശനിയാഴ്ച ഉണ്ടായിരുന്നു. അതേപോലെ അടുത്ത ശനിയാഴ്ചയും കൂടെ റേഡിയേഷൻ ഉണ്ടെന്നെങ്കിൽ എൻ്റെ റേഡിയേഷൻ പൂർത്തിയാക്കിയിട്ട് എനിക്ക് ശനിയാഴ്ച വീട്ടിലേക്ക് പോകാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം എന്നല്ല ആ ഒരു ഇതിൽ എന്താ പറയുക, ടെൻഷനായിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം മക്കളൊക്കെ വീട്ടിലായതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കട്ടെ എന്നല്ല. അപ്പോൾ ഞാൻ അവനോട് കുട്ടികൾക്കൊന്നും നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചതാണ്. റേഡിയേഷന് ശേഷം ഇനി CT എടുക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റേഡിയേഷന് ശേഷം ഇനി CT എടുക്കുമോ, എന്നാലല്ല ഇനി അത് എന്തായി എന്നെല്ലാം അറിയുമോ എന്നൊക്കെ. പക്ഷെ അതേപറ്റി ഡോക്ടർ പറഞ്ഞില്ല. ചിലപ്പോൾ ഇനി വ്യാഴാഴ്ച എന്നാണ് ഡോക്ടറെ കാണേണ്ടത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ പറയാൽ മതി ഇൻഷാ അല്ലാഹ്. പിന്നെ ഓങ്കോളജി ഡോക്ടർ പറഞ്ഞത് നേരത്തെ തന്നെ റേഡിയേഷൻ എടുത്തിട്ട് നമുക്ക് പഴയ പോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. കീമോയുടെ ടാബ്ലറ്റും ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ കീമോയുടെ ടാബ്ലറ്റൊക്കെ ഒന്ന് നിർത്തിയാൽ അത്രയും സമാധാനമായിരുന്നു. കാരണം ആ ടാബ്ലറ്റിന് ഇപ്പോൾ എനിക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. റേഡിയേഷൻ്റെ പേടിയെല്ലാം മാറിയോ എന്നൊക്കെ ഇപ്പോഴും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ എന്താ പറയുക, സൈഡ് എഫക്റ്റ് ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ കാര്യവും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. ആദ്യം എന്താണെന്ന് അറിയാത്തതിനോണ്ട് അതെന്താണെന്നുള്ള ആ ഒരു പേടിയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ നമ്മൾ പതിയെ അതിനോട് പൊരുത്തപ്പെടുമല്ലോ. കാരണം അതല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നുള്ളതുകൊണ്ട്. മുന്നേ ഉണ്ടല്ലോ അസുഖം വരുന്നതിന് മുമ്പ് എന്ത് നിസ്സാര കാര്യങ്ങൾക്കും പെട്ടെന്ന് ടെൻഷൻ എടുക്കുന്ന കൂട്ടത്തിലായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ അസുഖം വന്നതിൻ്റെ ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ടെൻഷൻ ഉണ്ടാവലില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അതൊക്കെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ.
പിന്നെ എനിക്ക് തന്നെ മനസ്സിലാവും എന്നെ ഓക്കെ ആക്കി എടുക്കേണ്ടത് എൻ്റെ മാത്രം കാര്യമാണ്. ഞാൻ ഓക്കെ ആയിരുന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നല്ല. അതിനോട് ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകും കേട്ടോ. അൽഹംദുലില്ലാ, ഏതൊരവസ്ഥയിലും എനിക്കതിന് ക്ഷമിച്ച് അതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനുള്ളൊരു കഴിവ് റബ്ബ് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, തുടർന്നും അതേപോലെ തന്നെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇപ്പോൾ വോമിറ്റിങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേസമയം തുപ്പൽ, അത് വായു ഫുൾ ടൈം കയ്പ്പാണ് കേട്ടോ. ഒരു പനിച്ചിട്ടുണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടാവില്ലേ, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു കാറിന് ഈ തുപ്പുന്നതിന് നിൽക്കാണ്ട് പാത്രം വെച്ച് തുപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ തുപ്പുന്നതിന് ചൂയിങ്കം വായിലിട്ട് ചവച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്തപ്പോൾ കുറേ സമയം തുപ്പാണ്ടിരുന്ന് കുറച്ച് മാറ്റമെല്ലാം തോന്നിയിട്ട് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ വായെല്ലാം ഡ്രൈ ആവുക ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല. ഒന്നാമത്തെ വായിൻ്റെ ടേസ്റ്റ് മാറിയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു റേഡിയേഷൻ കഴിയുമ്പോൾ അതെല്ലാം ശരിയാവാൻ മതി ഇൻഷാ അല്ലാ. ഇന്ന് റേഡിയേഷൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് പിന്നെ ഇരിറ്റി ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. അവർക്ക് -നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറാണ് കേട്ടോ. അപ്പോൾ അവരെ യാദൃശ്ചികമായിട്ട് അവിടുന്ന് കാണാൻ ഇടയായി. കണ്ട് സംസാരിച്ചിരുന്നു. അധികം നേരം സംസാരിക്കാൻ കഴിഞ്ഞില്ല, കാരണം അവരെ സീറ്റിക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഉള്ളിൽ നിന്ന് കണ്ട് ജസ്റ്റ് പരിചയപ്പെട്ടു. അപ്പോൾ അവരുടെ ചാനൽ പലരും കണ്ടിട്ടുണ്ടാവും, കാരണം രോഗികളായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് അറിയാം അധികവും. അപ്പോൾ അതേപോലെ തന്നെ കണ്ടവരായിരിക്കും ആ ചാനൽ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ചാനലൊന്ന് പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. CH സെൻറ്ററിൻ്റെ പുറത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇവിടെ നിൽക്കുന്ന ചിലരൊക്കെ നടക്കാൻ ഇറങ്ങുന്ന കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കി കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തായാലും നടക്കാൻ ഇറങ്ങണോ, ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണം എന്നൊക്കെ. പക്ഷേ എന്തോ ക്ഷീണം കാരണം ഒറ്റ ദിവസത്തിന് സാധിക്കലില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലോട്ട് പോകുന്നല്ലാതെ ബാക്കി സമയമൊക്കെ ഈ ഒരു റൂമിൽ അധികം കിടത്തം തന്നെയാണ് കേട്ടോ. ഞാൻ ശരിക്കും കീമോൻ്റെ സമയത്ത് പോലും ഞാൻ അത്രത്തോളം കിടന്നിട്ടില്ല. ഇപ്പം ഞാൻ ചില സമയത്ത് വിചാരിക്കും ഞാനൊരു കിടപ്പ് രോഗിയായോന്ന്. അത്ര എന്താ പറയുക, ഒന്നാമത്തെ ചൂടല്ല ആയതുകൊണ്ടായിരിക്കും നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. പിന്നെ കുട്ടികളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അധിക സമയം ഇവിടെ കിടന്നു പോകും. എൻ്റെ അതേ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചിലരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളെല്ലാം പറഞ്ഞ്, അപ്പോൾ അതിലധികം ആൾക്കാർക്കും ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ 4-5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ കുറേശ്ശൊക്കെ ഫുഡ് കഴിക്കാനും എല്ലാത്തിനും പറ്റുന്നുണ്ടെന്നെല്ലാം പറഞ്ഞപ്പോൾ അതെനിക്ക് ഒരുപാട് ആശ്വാസവും അതുപോലെ തന്നെ പ്രതീക്ഷയും നൽകുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പ്രാർത്ഥനകളിൽ എന്നും ഉണ്ടാവും കേട്ടോ ഇൻഷാ അല്ലാ. കഴിഞ്ഞ ദിവസം കമൻറ്റിലൂടെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് പാലിയേറ്റീവ് കീമോ ആണോ ചെയ്തത്, അതേപോലെ തന്നെ ഞാൻ വേദന സംഹാരികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റിലൂടെ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ആൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാന്ന് പറഞ്ഞു. അവരോടാണ് കേട്ടോ പറയണത്. ഞാൻ പാലിയേറ്റീവ് കീമോ അല്ല എടുത്തത്. പിന്നെ എനിക്ക് 20 കീമോ ചെയ്തിട്ടുണ്ട്. ആദ്യ അസുഖം വന്നപ്പോൾ 8 കീമോ, രണ്ടാമത് അസുഖം വന്നപ്പോൾ 12 കീമോ. രണ്ടാമത് അസുഖം വന്നപ്പോൾ 12 കീമോ എടുത്തത് ഫോൾഫിരി എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിനാണ്. അത് 48 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ടാണ് എടുക്കൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അന്ന് മുതൽ ഈ ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 12 കീമോ എടുത്തതിന് ശേഷം ഈ ഇഞ്ചക്ഷൻ്റെ കൂടെ ഞാൻ കീമോയുടെ ടാബ്ലറ്റ് ക്യാപിസിറ്റാബിനാണ് ഇപ്പോൾ എടുക്കുന്നത്. അതേപോലെ തന്നെ വേദന സംഹാരികൾ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച്, അൽഹംദുലില്ലാ ഈ ഒരു നിമിഷം വരെ ഞാൻ വേദന സംഹാരികൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദന റബ്ബ് തന്നിട്ടുള്ളൂ ഈ ഒരു നിമിഷം വരെ. തുടർന്നും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഇതേവരെ വേദന സംഹാരികളൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതേപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും രോഗം നാഥൻ പൂർണ്ണ ശിഫ നൽകട്ടെ. അതേപോലെ ഇതുപോലുള്ള അസുഖങ്ങൾ തൊട്ട് എല്ലാവരെയും നാഥൻ കാത്തു കൊള്ളട്ടെ. എല്ലാവരും എൻ്റെ ദുആയിലുണ്ടാവും ഇൻഷാ അല്ലാ. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.